ഈ വർഷവും കേരളീയം പരിപാടി നടത്താൻ തീരുമാനം. ഡിസംബറിലാകും കേരളീയം നടക്കുക. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സംഘാടക സമിതി യോഗം ചേർന്നു. ചിലവ് സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്താൻ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. സേഫ് സൈല അധ്യയനുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ. സേഫ്, കഴിഞ്ഞ വർഷം സർക്കാർ നടത്തുന്നത് ധൂർത്താണ്, സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തുന്നത് ശരിയല്ല എന്ന വിമർശനമൊക്കെ വലിയ തരത്തിൽ പ്രതിപക്ഷം ഉയർത്തിയിരുന്നു. പരിപാടിയിൽ നിന്ന് വിട്ടു നിൽക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴും ജനകീയമായൊരു പരിപാടി തലസ്ഥാനത്ത് നടത്താൻ കഴിഞ്ഞു എന്ന വിലയിരുത്തലിലായിരുന്നു സർക്കാർ ഉള്ളത്. ഇപ്പോൾ ഈ പരിപാടി ഈ വർഷവും വീണ്ടും നടത്താനാണോ ആലോചിക്കുന്നത്? ഇതിന്റെ പ്രാരംഭ നടപടികളിലേക്കൊക്കെ കടന്നിട്ടുണ്ടോ? സംഘാടക സമിതി രൂപീകരിച്ചിട്ടുണ്ട് രേഷ്മ. ചീഫ് സെക്രട്ടറി വി വേണു ചെയർമാനായിട്ടുള്ള സംഘാടക സമിതിയാണ് രൂപീകരിച്ചിരിക്കുന്നത്. വ്യവസായ വകുപ്പിലെ ഡയറക്ടർ ആണ് അതിന്റെ കൺവീനറായിട്ട് വരുന്നത്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുകയും ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ വർഷം ഈ നേരത്തെ രേഷ്മ സൂചിപ്പിച്ച പോലെ തന്നെ കേരളീയം പരിപാടിയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ ധൂർത്താണ് ഈ പരിപാടി എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വന്നത്. 27 കോടിയോളം രൂപയാണ് 7 ദിവസം നീണ്ടുനിന്ന കേരളീയം പരിപാടിക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ അന്ന് ചെലവഴിച്ചിരുന്നത്. ഇത്തവണ അത് ഡിസംബർ മാസത്തിലേക്കാണ് പരിപാടി നടത്താൻ വേണ്ടി സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത്. കഴിഞ്ഞ തവണ സർക്കാരിന്റെ പണത്തിലാണ് ഈ കേരളീയം പരിപാടി സംഘടിപ്പിച്ചതെങ്കിൽ ഇത്തവണ സർക്കാരിന്റെ പണം ചെലവഴിക്കാതെ, ഖജനാവിൽ നിന്ന് പണം ചെലവഴിക്കാതെ സ്പോൺസർഷിപ്പിലൂടെ ഇതിന്റെ പണം കണ്ടെത്താൻ വേണ്ടിയുള്ള തീരുമാനമാണ് സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്നത്. അതായത് ഖജനാവിൽ നിന്ന് പണം കണ്ടെത്തി കേരളീയം പരിപാടി സംഘടിപ്പിക്കില്ല, അല്ലാതെ സ്പോൺസർഷിപ്പിലൂടെ പണം കണ്ടെത്തി കേരളീയം പരിപാടി കഴിഞ്ഞ തവണത്തേക്കാൾ ഭംഗിയായി നടത്താൻ വേണ്ടിയുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സംഘാടക സമിതി യോഗം ചേർന്നത്. അതിന്റെ കൂടുതൽ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾ സംഘാടക സമിതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. അതിന്റെ തീയതി അടക്കം പിന്നീടായിരിക്കും തീരുമാനിക്കുക. രേഷ്മ.